നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 വർഷമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ ആളാണ് രേണു സുധി. കൊല്ലം സുധിയുടെ അകാല വിയോഗശേഷം രേണു അഭിനയ രംഗത്തേക്ക് എത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഒപ്പം ബോഡി ഷേമിംഗും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ രേണുവിന് ഇക്കാലയളവിനുള്ളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ തനിക്ക് ക്യാൻസർ ആണെന്ന് രേണു വെളിപ്പെടുത്തിയത് മുതൽ വിമർശനങ്ങൾ പലതും ആശ്വാസവാക്കുകളുമായി മാറുകയും ചെയ്തു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്നതുകൊണ്ട് തന്നെ ചികിത്സകൾ പുരോഗമിക്കുകയാണ് എന്നുള്ള വിവരങ്ങളെല്ലാം രേണു തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിക്കാറുണ്ട്. ക്യാൻസർ ബാധിച്ച ശേഷം രേണു മുടി മുറിച്ചിരുന്നു. കീമോ ആരംഭിച്ചാൽ മുടി കൊഴിയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അതിനു മുൻപായി രേണു മുടി മുറിച്ചു നോക്കിയത്. അമ്മയുടെ മാറ്റം മകൻ ഋതുലിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. തന്റെ മുടി മുറിച്ചതും അവശതയിലുള്ള കിടപ്പും ഏറ്റവും കൂടുതൽ തളർത്തുന്നത് മകനെയാണെന്ന് രേണുവും പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നല്ലാതെ രോഗത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമൊന്നും ആ 6.5 വയസ്സുകാരന് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം അവനെ വേദനിപ്പിക്കുന്നതും. ഇപ്പോഴിതാ മകന്റെ സങ്കടത്തിന് താൽക്കാലിക പരിഹാരം എന്നോണം പഴയ രേണുവാകാനായി താരം ഒരു വിഗ് വെച്ചിരിക്കുകയാണ്. കോട്ടയത്തുള്ള ഹെയർ ഫിക്സിംഗ് ആണ് രേണുവിന് വിഗ് സമ്മാനിച്ചത്. ഹെയർ ഫിക്സിംഗിന്റെ കോട്ടയത്തെ ബ്രാഞ്ചിലാണുള്ളത്. ഇവരുടെ MD ഞങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ രേണുവിന്റെ വീഡിയോകളെല്ലാം കാണാറുണ്ട്. മുടി മുറിച്ച സമയത്ത് വന്ന കമന്റുകൾ കണ്ടിരുന്നു. മുടിയില്ലാത്ത രേണുവിനെ കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്ന തരത്തിലായിരുന്നു കമന്റുകളെന്നും അതിനാലാണ് എന്നെ അവർ വിഗ് വെച്ച് തരാനായി കോൺടാക്ട് ചെയ്തതെന്നും പറഞ്ഞു. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഇവരുടെ ഷോപ്പ്. ഹെയർ ഫിക്സിംഗിൽ വന്നാൽ നല്ല രീതിയിലുള്ള ഇണങ്ങുന്ന ഒറിജിനാലിറ്റി തോന്നിക്കുന്ന വിഗ് വാങ്ങാൻ കഴിയും. ഇതെല്ലാം അവർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനും വിഗ് വാങ്ങാനായി വന്നത്. ഈ സ്ഥാപനത്തിന്റെ MD എന്നെ അല്ല ചേച്ചിയെയാണ് കോൺടാക്ട് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ വരുന്നത് വരെ എനിക്ക് അറിയില്ലായിരുന്നു കാര്യങ്ങൾ. ഗിഫ്റ്റായിട്ട് തരികയാണെന്നാണ് പറഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിഗ് ലഭിച്ചതിൽ. കാരണം ഋതപ്പനും വലിയ സന്തോഷമാകും. എന്റെ മുടി മുറിച്ചതിൽ അവന് വലിയ വിഷമമായിരുന്നു. അമ്മയുടെ പഴയ മുടിയായിരുന്നു നല്ലത് എന്നൊക്കെ മോൻ പറയുകയും എന്റെ പഴയ ഫോട്ടോകൾ അവൻ എടുത്തു കാണിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അമ്മ ഇതുപോലെ ആകണം എന്നാണ് അവൻ പറയാറ്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അതിന് പരിഹാരമായി ഒന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിനിടയിൽ കുറച്ചു ദിവസം ICUവിലായി. ഒരുപാട് നല്ല ആളുകൾ എന്നെ വന്ന് കാണുകയും സഹായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. വിഗ് വയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും രേണു പറഞ്ഞു. മുൻപുണ്ടായിരുന്ന മുടി എങ്ങനെയാണോ അതേ സ്റ്റൈലിലാണ് വിഗ് വയ്ക്കാൻ പോകുന്നത്. വിഗ് വയ്ക്കുന്ന ഫീൽ ലഭിക്കില്ല. ഡെൻസിറ്റി കുറവാണ്. മുഖത്തിന് വലിയ മാറ്റങ്ങൾ വിഗ് കാരണം വരില്ല എന്നാണ് ഹെയർ ഫിക്സിംഗ് ടീം പറഞ്ഞത്. നിരവധി പേരാണ് വിഗ് വെക്കാമെന്ന രേണുവിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചെത്തിയത്. പഴയതിലും സുന്ദരിയായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും ടെക്നോളജി ഉണ്ട്. പിന്നെ എന്തിനു വിഷമിക്കണം? ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. എല്ലാം പതിയെ മാറും. രേണു സന്തോഷത്തോടെ ഇരിക്കുക. മനസ്സിന് ധൈര്യം കൊടുക്കുക. പഴയതിലും മിടുക്കിയായി തിരിച്ചുവരും രേണു. ആരെന്ത് നെഗറ്റീവ് കമന്റ് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യരുത്. നെഗറ്റീവ് കമന്റുകളൊന്നും നോക്കരുത്. മനസ്സ് സന്തോഷകരമായി ഇരിക്കട്ടെ. പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ. ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുക. നീ തിരിച്ചുവരും ഉറപ്പായിട്ടും എന്നിങ്ങനെയുള്ള ആശ്വാസവാക്കുകളും രേണുവിന്റെ കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട്. അതേസമയം രേണു സുധിക്ക് പിന്തുണ അറിയിച്ച് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയൽ രംഗത്തെത്തിയിരുന്നു. ഒപ്പം രോഗാവസ്ഥയിൽ കഴിയുന്ന രേണുവിനെ വീണ്ടും സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്ത വ്യക്തിയാണ് കിച്ചു എന്ന രാഹുലെന്നും ബിഷപ്പ് വിമർശിച്ചു പറഞ്ഞു. നല്ലവനായി ചമയാൻ ശ്രമിക്കേണ്ടതില്ല എന്നും രാഹുലുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും ബിഷപ്പ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. രേണു രോഗശയ്യയിലായിരിക്കുമ്പോഴല്ല കിച്ചു ഇതെല്ലാം പുറത്തു വന്ന് പറയേണ്ടിയിരുന്നത്. അസുഖം ഭേദമായ ശേഷം അമ്മയും മകനും വീട്ടിൽ വെച്ച് സംസാരിച്ച് തീർക്കണമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ അതൊരു അവസരമാകും. രേണു തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് യൂട്യൂബിൽ വീഡിയോകൾ ഇടുന്നത്. കിച്ചു ചെയ്തത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ, കിച്ചു രേണുവിനെ എറിയാനുള്ള കല്ലുകൊണ്ട് കൊടുക്കുന്നത് പോലെയായി. ആ പയ്യന്റെ പ്രവൃത്തികളോട് യോജിപ്പില്ല. രേണുവിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ മടങ്ങി വരും. രേണു സാധു കുടുംബാംഗമായതുകൊണ്ടാണ് എല്ലാവരും അവരെ കല്ലെറിയുന്നത്. രേണു വളരെ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശാരീരികമായി അവശതകളുണ്ട്. കുടുംബം അങ്ങനെയാണ് പറഞ്ഞത്. രേണുവും മനുഷ്യ സ്ത്രീയാണെന്നത് മറക്കരുത്. അവരെ ചേർത്ത് പിടിക്കും. കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ഷമിച്ചില്ലെങ്കിൽ വേദപുസ്തകവും കയ്യിൽ പിടിച്ച് ഞാൻ നടന്നിട്ട് എന്താണ് കാര്യം? രേണു ഒരു ഡിപ്രഷൻ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. രാഹുലിനോട് എനിക്ക് പറയാനുള്ളത്, നീ രേണുവിനെ സഹായിക്കേണ്ട. അനേകർ സഹായിച്ചതുകൊണ്ടാണ് നീ ഇന്ന് ഈ തരത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് ജീവിക്കുക. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ നീ വരികയും വേണ്ട. വസ്തുവിന്റെ ഉടമസ്ഥൻ ഞാനാണ്. ഇവിടെ വന്ന് ബഹളം വെക്കാനോ ശല്യപ്പെടുത്താനോ ശ്രമിക്കരുത്. രേണു സുധി ഒരു രോഗിയാണ്. ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ രാഹുൽ വീഡിയോ ഇട്ടാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ്. രേണു സ്ത്രീയാണ്, അസുഖമാണ്. രാഹുൽ അവന്റെ കാര്യം നോക്കി ജീവിക്കുക. അവന്റെ കാര്യങ്ങൾ ഈ നാട്ടുകാർക്കെല്ലാം അറിയാം.
നിരവധി പോലീസുകാർ രാഹുലിനെ കുറിച്ച് എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ നല്ലതാകാൻ രാഹുൽ ശ്രമിക്കേണ്ട, എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാണ്, രാഹുലിന്റെ കയ്യിലുമുണ്ട്. പോലീസുകാർ വിളിച്ചതിന്റെ വിവരങ്ങൾ കയ്യിലുണ്ട്. പല കാര്യങ്ങളും രേണുവിനെ പുറത്തു പറയാൻ പറ്റില്ല, പറഞ്ഞാൽ രാഹുൽ ദാസ് ബുദ്ധിമുട്ടും. ഞങ്ങൾ അവനെതിരെ നിയമപരമായി ഇറങ്ങുകയും ചെയ്യും. 23 വയസ്സല്ലേ, പ്രായത്തിന്റെ അല്ലേ? രാഹുലിന്റെ അഹങ്കാരമാണ് പോലീസുകാർ പറഞ്ഞെങ്കിലും അവൻ കേസിൽപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. രാഹുലിന് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കുക. അവൻ രേണുവിനോട് നന്ദികേട് കാണിച്ചു. ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും തന്നാൽ പോലും നന്ദിയുള്ളവരായിരിക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. സുധിലയും കോട്ടയത്താണെങ്കിലും കിച്ചു അവിടെ താമസിക്കാറില്ല. രേണുവും കുടുംബവുമാണ് അവിടെ താമസിക്കുന്നത്. സുധിയുടെ കുടുംബത്തോട് ഒപ്പമാണ് രാഹുലിന്റെ താമസം. താൻ അസുഖബാധിതയാണെന്ന് അറിഞ്ഞിട്ടും വളർത്തുമകൻ വന്നില്ല എന്ന പരിഭവം രേണു പറഞ്ഞിരുന്നു. അതോടെയാണ് പുതിയ വിവാദങ്ങൾ ആരംഭിച്ചത്. താൻ അമ്മയെ കാണാൻ പോകാത്തതും അടുപ്പം സൂക്ഷിക്കാത്തതും രേണുവിന്റെ ചില പ്രവർത്തികൾ തന്നെ മാനസികമായി വിഷമിപ്പിച്ചതുകൊണ്ടാണ് എന്നാണ് രാഹുൽ പറഞ്ഞത്. എന്നാൽ അനിയൻ ഋതുലിന് കാണാൻ ഇടയ്ക്കിടെ ചെല്ലാറുണ്ട് രാഹുൽ. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.